എനിക്ക് ആ ചോദ്യത്തിനോട് പറയാനുള്ള മറുപടി അത് വളരെ പരിതാപകരമായ ചോദ്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഇനി തെരഞ്ഞെടുപ്പിൽ പ്രത്യേക രീതിയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് അതിനുള്ള വിത്തുകളെല്ലാം ഇവിടെ പായിക്കും. അധമ പ്രവൃത്തി ചെയ്തവരെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്നു. അവരുടെ പാർട്ടി തന്നെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്ത് അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി, അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആ വ്യക്തിയെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും അതിലും കഷ്ടമായിട്ട് ഇതിനെ പാലക്കാട് അടിച്ചേൽപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ആരാ? KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്, പ്രാദേശിക നേതാക്കളാണ്. മറ്റൊരു വഴിയുമില്ല. ഇനി ഈ തരത്തിൽ മാത്രമേ പോകാൻ സാധിക്കൂ. അപ്പോൾ വീണ് കിട്ടിയ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിനെ കൂടി അതിൽ കൊടുക്കാം എന്നൊരു ദുരുദ്ദേശമുണ്ട് എന്ന് കോൺഗ്രസ് വാദിക്കുന്നതിനോട് താങ്കളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഷാഫിയുടെ മെഷീൻ കയറുന്നത്? അല്ല, അതിനുള്ള മറുപടി ഇത്രേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അഴുക്കും മാലിന്യങ്ങൾ നിറഞ്ഞ കോൺഗ്രസ് പാർട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്നത്. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് നൽകിയ സേവനങ്ങള്, വികസന പ്രവർത്തനങ്ങള്, ലോകത്തിന് മാതൃകയായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം, അങ്ങനെ പറയാൻ ഒരുപാടുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷന് വരുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരൊക്കെ അല്ലെങ്കിൽ കൂട്ടു നിൽക്കുന്നവരെ പോലെയൊക്കെ വിളിച്ചു അതുപോലുള്ളവരെ അശ്ലീല കഥകൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് മേടിക്കുന്ന ആ ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനാണ് ഈ പാർട്ടി സെക്രട്ടറിമാരൊക്കെ ഇത് വിളിച്ചു പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് ഈ എല്ലാ കഥകൾ അവരുടെ കയ്യിൽ തെളിവില്ലാതെ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരാളെ അധിക്ഷേപിക്കുന്നത്, ഒരു MP, ഒരു ജനപ്രതിനിധിയെ ഏത് തരത്തിലൊക്കെ അധിക്ഷേപിക്കാമോ അതിലേക്ക് എന്തിന് കടക്കുന്നു പാർട്ടി എന്നാണ് ചോദിക്കുന്നത്. സ്വയം ജനങ്ങളുടെ മുമ്പിൽ അധിക്ഷേപമായിട്ട് പ്രവർത്തിച്ച് ജനങ്ങളാൽ തടയപ്പെടുന്നവരുടെ മുന്നിൽ പ്രത്യേകിച്ച് ഇതിനൊരു വിശദീകരണ ആവശ്യമുണ്ട്. അവർ തന്നെയല്ലേ സ്വയം കൃതജ്ഞതല്ലേ? ഒന്നുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ജനത്തിന്റെ പ്രതിനിധിയായിട്ടല്ല ഇന്ന് CPM-ന്റെ സെക്രട്ടറി സംസാരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതെല്ലാം കൂടി പ്രതിനിധിയായി നിന്ന് സംസാരിക്കേണ്ട ആളല്ല. ഒരു ജനത്തിനും ആ അഭിപ്രായമില്ല. അത് CPM-ന്റെ അഭിപ്രായമാണ്. CPM-ന്റെ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ മാത്രം അഭിപ്രായമാണ്. CPM ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും പാലക്കാടും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും.